നമസ്കാരം. ധാനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 4/5/2024 കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൻ്റെ ആൻസർ കീ ആണ്. കഴിഞ്ഞ ദിവസം കേരള പീസ് നടത്തിയ എക്സാംസായ ഫീമെയിൽ വാർഡൻ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, കെയർ ടേക്കർ, ക്ലർക്ക് എല്ലാവർക്കും തുടങ്ങിയ തസ്തികകളിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ആൻസർ കീ ആണ്, പ്രൊഫഷണൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 52/2024 ആണ്. കാറ്റഗറി നമ്പർ 048 068 071 198 199 202 203 235 445 586 694 706 തുടങ്ങിയ തസ്തികകളിലേക്ക് നടത്തിയ കേരള പേസ് നടത്തിയ എക്സാമിൻ്റെ ആൻസർ കീയാണ് നമുക്ക് നോക്കുക. LDC പ്രിപ്പയർ ചെയ്യുന്നവർക്കും തുടങ്ങിയ എല്ലാവർക്കും തന്നെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി രേഖപ്പെടുത്തുക. ഓക്കെ, ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, വാഗ്ഭടാനന്ദൻ. നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് ആത്മോപദേശ ശതകം, വലധികാര നിരൂപണം, പ്രാചീന മലയാളം, അഭിനവ കേരളം. ആൻസർ വരുന്ന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ഒരു സെക്ഷനിൽ എ സെക്ഷനിൽ കാൺപൂർ, ബീഹാർ, ഡൽഹി, ഝാൻസി. നെക്സ്റ്റ് സെക്ഷനിൽ കാൻവർ സിംഗ്, റാണി ലക്ഷ്മിഭായ്, നാനാ സാഹിബ്, ബഹദൂർ രണ്ടാമൻ. ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, 1 3നോടും കാൺപൂർ 1 3 കാൺപൂർ, നാനാ സാഹിബ് 2 1നോടല്ലേ, ബീഹാർ കൻവർ സിംഗ് 3, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഓക്കെ അല്ലേ? കാൺപൂർ, നാനാ സാഹിബ്, ബീഹാർ, കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഈസി എഴുതാമായിരുന്നു അല്ലേ? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി. 1930 76 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ആൻസർ ഓപ്ഷൻ സി ആണ്, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനം. ആൻസർ ഓപ്ഷൻ സി, ലാഹോർ സമ്മേളനം. ചൈനയെ ആധുനീകരിക്കാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഓപ്ഷൻസ്: മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആൻസർ, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. ഓപ്ഷൻസ്: അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബോസ്റ്റൺ ടീ പാർട്ടി, പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് രണ്ടാമത് വരുന്നത്, 3, നെക്സ്റ്റ് 4. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ബി, ഉത്തരാഖണ്ഡ്. ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവയേതുമല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ചൂട് കൂടുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻസ്: എൽനിനോ, പശ്ചിമ അസ്വസ്ഥത, കാൽബൈശാഖി ഇവയേതുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്, പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പശ്ചിമ അസ്വസ്ഥത. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ്, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്, ബിയും സിയും ശരിയാണ്. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ് അല്ലേ? ഈ ജാരിയ ആണ്.
നെക്സ്റ്റ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻസ്: ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3. ഇവയൊന്നും അല്ല അല്ലേ? ഇവയേതും അല്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. ആൻസർ ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. ഇവയൊന്നുമല്ലെന്നല്ല സാധാരണ പറയുക, അതാണ് ഉദ്ദേശിച്ചത്. ദേശീയ ജലപാത 3 ആണ് ആൻസർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏതാണ്? കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻസ്: പാലക്കാട്, ഇടുക്കി, കണ്ണൂർ, കൊല്ലം, എറണാകുളം, കോഴിക്കോട്. മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, പാലക്കാട്, ഇടുക്കിയാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല. കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏതാണ്? പാലക്കാട്, ഇടുക്കിയാണ് ഓപ്ഷൻസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫിൻലാൻഡ്. സന്തോഷമുള്ള രാജ്യം ഏതാണ്? 24 സന്തോഷിക്കുന്ന ആരാണ്? ഫിൻലാൻഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 12ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. എന്ത് പറയുന്നു? ആഗോളവൽക്കരണം. 2 മാത്രം ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത്, 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, PC മഹലനോബിസ്, മുഖർജി, ജോൺ മത്തായി. 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി, PC മഹലനോബിസ്. 2ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ്. നെക്സ്റ്റ് വൺ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻസ്: കേരളം, കർണാടക, തമിഴ്നാട്, ന്യൂഡൽഹി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. നെക്സ്റ്റ് വൺ, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് എന്താണ്? മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: മൈക്ക, പെട്രോളിയം, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, പെട്രോളിയം. എന്താണ്? പെട്രോളിയം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻസ്: സെബി, നബാർഡ്, IMF, വേൾഡ് ബാങ്ക്. ഇതിലേതാണ് സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ, സെബി ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? സെബിയാണ്. ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയിൽ ബന്ധപ്പെട്ടതാണ്? സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയിൽ ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻസ്: കോളേജ് വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം. ഇവയൊന്നും അല്ല. ആൻസർ അതാണ്, സ്കൂൾ വിദ്യാഭ്യാസം. ഓപ്ഷൻ സി, സ്കൂൾ വിദ്യാഭ്യാസമാണ് ശരി. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ഓപ്ഷൻസ്: പഞ്ചവത്സര പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതി, നീതി ആയോഗ്, അന്ത്യോദയ അന്നയോജന പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ലൈഫ് മിഷൻ പദ്ധതി. പാർപ്പിട സംവിധാനം, ലൈഫ് മിഷൻ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറിയിൽ മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തമായ ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഓപ്ഷൻസ്: ഗോലക്നാഥ് കേസ്, മിനർവ മിൽ കേസ്, കേശവാനന്ദ ഭാരതി കേസ്, ബിർബാറി കേസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ ഭരണഘടന വരുമ്പോൾ വരുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, മോത്തിലാൽ നെഹ്റു കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ ബി ആണ്, PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക?
ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്: തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യൻ പാർലമെൻറ്റ്, അതിർത്തി നിർണയ കമ്മീഷൻ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, അതിർത്തി നിർണയ കമ്മീഷൻ. ഓപ്ഷൻ സി ആണ് അതിർത്തി നിർണയ കമ്മീഷൻ. അതിർത്തി നിർണയ കമ്മീഷൻ. അതിർത്തി നിർണയ കമ്മീഷൻ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഏതാണ്? ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി: രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗവർണർ. ഗവർണർ. ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഏതാണ്? ഗവർണർ ആണ്. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഓപ്ഷൻസ്: ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടകം, ബീഹാർ, പശ്ചിമ ബംഗാൾ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടകം, ബീഹാർ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വരുന്നത്, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിൽ നിന്നാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ, ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ഓപ്ഷൻസ്: ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, മിഷണറി ഓഫ് റെപ്രസെൻറ്റേഷൻ, ഓൺ റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ്, പേഴ്സണൽ പ്രൊസഷൻ, ട്രിറ്റി ഓൺ ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ, ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. നെക്സ്റ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, 2023 സെപ്റ്റംബർ 28. സെപ്റ്റംബർ 28. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഓപ്ഷൻസ്: ഡൽഹി പോലീസ്, CISF, CRPF, NSG. ആൻസർ ഓപ്ഷൻ ബി, CISF. ഓപ്ഷൻ ബി, CISF. ഇനി, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ഓപ്ഷൻസ്: ശരണ്യ പദ്ധതി, സ്വാന്തനം, നവജീവൻ, ആശ്വാസ് നിധി. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നവജീവൻ. ഓപ്ഷൻ സി, നവജീവൻ. നെക്സ്റ്റ്, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ, 22 രൂപ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻസ്: സമത്വ സമാജം, ആത്മവിദ്യാ സംഘം, അരേ സമാജം, പ്രത്യക്ഷരക്ഷാ ദൈവസഭ. കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഏതുമായിട്ടാണ്? ആൻസർ ഓപ്ഷൻ ഡി, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, കുമാരഗുരുദേവൻ. നെക്സ്റ്റ്, ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഗാന്ധിജിയും അരാജകത്വവും. ഓപ്ഷൻസ്: കെ കേളപ്പൻ, ചേറ്റൂർ ശങ്കരൻ നായർ, പണ്ഡിറ്റ് KP കറുപ്പൻ, വൈകുണ്ഠ സ്വാമികൾ. ആൻസർ ഓപ്ഷൻ ബി, ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ്, 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക. ഓപ്ഷൻസ്: തണ്ണീർത്തടവും ജൈവവൈവിധ്യവും, തണ്ണീർത്തടവും വെള്ളവും, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, തണ്ണീർത്തടവും കാലാവസ്ഥാ വ്യതിയാനവും. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. പ്രമേയം എന്താണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. നെക്സ്റ്റ് വൺ, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 243H, അനുച്ഛേദം 243E, അനുച്ഛേദം 243B, അനുച്ഛേദം 243A. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, അനുച്ഛേദം 243H.
243 എച്ച് ഹൗസ് എന്ന് ഓർത്ത ഒരു പക്ഷേ 243 എച്ച്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് ആർദ്രം, ആരോഗ്യകിരണം, സമഗ്ര, മൃതസഞ്ജീവിനി. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആരോഗ്യകിരണം. ആരോഗ്യകിരണം 18 വയസ്സിന് താഴെ ആരോഗ്യകിരണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ്? ഓപ്ഷൻസ് കോഴിക്കോട് വയനാട്, വയനാട് പാലക്കാട്, ഇടുക്കി പത്തനംതിട്ട, കൊല്ലം പത്തനംതിട്ട. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി പത്തനംതിട്ട. ഓപ്ഷൻ സി ആണ്, ഇടുക്കി പത്തനംതിട്ട. നെക്സ്റ്റ് വൺ, രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതൊക്കെയാണ്? രോഗങ്ങൾ നിശാന്തത, സിറോഫ്താൽമിയ, ഗ്ലോക്കോമ. ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം ശരി എന്നാണ്. ഒന്ന് മാത്രം ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ, ഒന്ന് മാത്രം ശരി. നിശാന്തത, വൈറ്റമിൻ ഇയുടെ കുറവ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? മനുഷ്യ രക്തത്തിലെ ബ്ലഡിനകത്തുള്ള ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? ഏത് ലോഹമാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇരുമ്പാണ്. അല്ലേ? മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പുണ്ട്. ഓപ്ഷൻ ഡി ഇരുമ്പാണ് ആൻസർ. ഹീമോഗ്ലോബിനിൽ കാണുന്നത് Fe ഇരുമ്പാണ് കേട്ടോ. Fe ഇരുമ്പാണ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഓപ്ഷൻസ് ലെപ്റ്റോസ്പൈറ, കോറിനി ബാക്ടീരിയ, എർസീനിയ പെസ്റ്റിസ്, ട്രിപ്പോണിമ പലീഡിയം. ആൻസർ ഓപ്ഷൻ എ ആണ്, ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് ലെപ്റ്റോസ്പൈറ. ഓപ്ഷൻ എ ആണ് ആൻസർ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ഓപ്ഷൻസ് സാമൂഹിക ആരോഗ്യമാണ് എൻ്റെ ആരോഗ്യം, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, എല്ലാവർക്കും ആരോഗ്യം, വ്യക്തിശുചിത്വം പ്രധാനം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഓപ്ഷൻ ബി ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? ഓപ്ഷൻസ് എംഫീസിമ, ഫാറ്റി ലിവർ, ഹിമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് പറഞ്ഞേക്കുന്നത്. 1, 2 ജീവിതശൈലി രോഗങ്ങൾ. 1 എംഫീസിമ, 2 ഫാറ്റി ലിവർ. ഹിമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും ജനിതക രോഗങ്ങൾ, ജനറ്റിക്കലി ഉണ്ടാകുന്നതാണ്. എംഫീസിയം, ഫാറ്റി ലിവർ ജീവിതശൈലി രോഗങ്ങൾ. നെക്സ്റ്റ് വൺ, വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് വായു മലിനീകരണം നിയന്ത്രിക്കാനായിട്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, BS4, BS6. നെക്സ്റ്റ്, താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി. ഓപ്ഷൻസ് കൂടുന്നു, കുറയുന്നു, വ്യത്യാസപ്പെടുന്നില്ല, ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, കുറയുന്നു. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? W=F/S, W=S/F, W P/T, P/T. ആൻസർ ഓപ്ഷൻ സി ആണ്, P/T. നെക്സ്റ്റ്, ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യം? ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻസ് അമേരിക്ക, ഇന്ത്യ, ചൈന, റഷ്യ. ആൻസർ ഓപ്ഷൻ എ ആണ്, അമേരിക്ക. ഇനി 50 കിലോഗ്രാം മാസുള്ളൊരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ളൊരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക. ഓപ്ഷൻസ് 50 കിലോഗ്രാം, 4.5 കിലോഗ്രാം, രണ്ടും ഒരുമിച്ച് കൃത്യമായി പ്രവചിക്കാൻ സാധ്യമല്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടും ഒരുമിച്ച്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? റോക്കറ്റ് വുമൺ. ഓപ്ഷൻസ് കൽപ്പന ചൗള, റിതു കരിതാൾ, റിമ ഘോഷ്, നിധി പോർവാൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, റിതു കരിതാൾ.
ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ഋതു കരിതാൾ. റോക്കറ്റ് ഋതു കരിവാൾ. അയനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? അയനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് ഇരുമ്പ്, സിങ്ക്, അലൂമിനിയം, ചെമ്പ്. ആൻസർ ഓപ്ഷൻ സി ആണ് അലൂമിനിയം. ഓപ്ഷൻ സി ആണ് അലൂമിനിയം ആണ് ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് pH <5.5. pH <5.5. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു, മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. നെക്സ്റ്റ്, ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ് O2, O3 ആൻഡ് O4. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? ഓപ്ഷൻസ്: അയഡിൻ, മെർക്കുറി, ബ്രോമിൻ, ആർഗൺ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബ്രോമിൻ. നെക്സ്റ്റ്, ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രം വരുന്ന ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കൊടിയേറ്റം. നെക്സ്റ്റ് വൺ, ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ഓപ്ഷൻസ്: ആത്മകഥ, യാത്രാ വിവരണം, ചരിത്രം, സാഹിത്യ വിമർശനം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സാഹിത്യ വിമർശനം. നെക്സ്റ്റ് വൺ, പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻസ്: പമ്പ, അച്ചൻകോവിലാർ, വാമനപുരം, പെരിയാർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ പമ്പ. മാരാമൺ കൺവെൻഷൻ പമ്പ. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായികയിനും ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: ബാഡ്മിൻ്റൺ, ഗോൾഫ്, ടെന്നീസ്, ചെസ്സ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ടെന്നീസ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രഭ വർമ്മ. ഇനി 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ധ്രുവക്കരടി, ഹിമപ്പുലി, ഹിമാലയൻ ബുൾബുൾ, ഹിമാലയൻ താർ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഹിമപ്പുലി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണ് ഇത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി കുമാരനാശാൻ. അല്ലേ, കുമാരനാശാൻ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മാക് OS X. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? യാഹൂ, ബിങ്, ആസ്ക്, സഫാരി. ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സഫാരിയാണ് അല്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്രോമിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2008. ഓപ്ഷൻ ഡി 2008. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ട് എന്നുള്ളത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഓപ്ഷൻസ്: വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ, ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം, വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ബൗദ്ധിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ. മേൽപ്പറഞ്ഞവയല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ് ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. നെക്സ്റ്റ്, പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 46. ഒന്ന് റെഫർ ചെയ്യണത്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുട്ടിയുടെ
ആൻസർ ഓപ്ഷൻ സി ആണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. ഓപ്ഷൻ സി ആണ് ആൻസർ. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1989. ഓപ്ഷൻ ഡി 1989. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ഓപ്ഷൻസ്: കേൾക്കുവാനുള്ള അവകാശം, ഉപഭോഗത്തിനുള്ള അവകാശം, ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ഓപ്ഷൻ സി ആണ് ആൻസർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ശ്രീ ബി എസ് മാവോജി. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ശ്രീ ബി എസ് മാവോജി. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 10. ഓപ്ഷൻ ബി ആൻസർ. 5 മുതൽ 25 വരെയുള്ള എല്ലാ ഒറ്റ എണ്ണൽ സംഖ്യകളുടെയും തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 165. പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 106 ആണ് പറയുന്നത്. നെക്സ്റ്റ്, 12 ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു അക്കക്കോണിൻ്റെ അളവ് എത്രയാണ്? ആൻസർ 74. ആൻസർ 150. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ കർണത്തിൻ്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 8√2 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം 1/4 വൃത്തകേന്ദ്രം 3 - -4 അല്ലേ, 3 - 4 എങ്കിൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തിൻ്റെ സൂചക സംഖ്യകൾ ഏവെന്നാണ് ചോദിച്ചേക്കുന്നത്. വൃത്തവ്യാസം ഒക്കെ ഉണ്ടല്ലേ. 76ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ്? ഓപ്ഷൻ എ 2/7. ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെയും തുക 6 ആയാൽ അതിൻ്റെ സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 3 + 2√2. ചിത്രത്തിൽ സി വൃത്തകേന്ദ്രം കോൺ എ ബി ഡി 30 ഡിഗ്രി ആയാൽ കോൺ എ സി ഡി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി. ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്രയാണ്? 60 ഡിഗ്രി. Rewrite the following sentences using so that the germ is too small to be seen with a naked eye. Answer option B. The germ is so small that it cannot be seen with a naked eye. Next, find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. A feeling of shy അതിന് പകരം എന്താണ് സെയിം വേർഡ് എന്താണെന്നില്ല, അതിൻ്റെ ഒറ്റ വാക്കെന്ന് ചോദിക്കാം. 82 ആൻസർ ഓപ്ഷൻ എ ആണ് പറയുന്നത്. ഇൻഹിബിഷൻ. എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബറാസ്മെൻറ്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഡൂയിങ് ഓർ സേയിങ്. ഒരു തകർച്ച അല്ലെ, താഴ്ച ഉണ്ടാകുന്ന ഇൻഹിബിഷൻ, തടഞ്ഞു വെക്കുക എന്നൊക്കെ തോന്നുന്നതാണ്. ഓക്കെ, ഇൻഹിബിഷൻ. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഗിവൺ ബിലോ സെൻറ്റൻസ്. എന്താണത്? നെയ്തർ ഓഫ് ദം ഡാഷ് മീ. നെയ്തർ ഓഫ് ദം ഡാഷ് ലവ്, ആർ ലവിങ്, ഹാസ് ലവ്, ലവ്സ് വരുന്നു. എങ്ങനെ വരും? നെയ്തർ വന്നു എങ്ങനെ വരും എന്നാണ് ചോദിക്കുക. ആൻസർ ലവ്സ് മീ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അലാസ് മൈ അങ്കിൾ മീ വിത്ത് ആൻ ആക്സിഡൻറ്റ് ഹീ സെറ്റ്. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഹീ ക്രൈഡ് ഔട്ട് ദ ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുക. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. ആൻസർ സി ആണ് ഓപ്ഷൻ പറയുക. ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്.
Choose the correct preposition to fill in the blank given below. The burglar jumped dash the compound wall. Preposition correct ആക്കുക. ആൻസർ ഓപ്ഷൻ ഡി ഓവർ ആണ് വരിക. ഓപ്ഷൻ ഡി ഓവർ. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം ദ ടൈ യുവർ സെൽഫ് അപ്പ് നോട്ട്സ്. അല്ലെ, ഇഡിയം ആണ് അതിൻ്റെ മീനിങ് എടുക്കുക. ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് ഇതിൻ്റെ മീനിങ് എന്താണ്? ആൻസർ ഓപ്ഷൻ സി become very confused when you are trying to explain something. Next, complete the following sentence using suitable articles. On dash way we saw dash one-eyed beggar. എന്താണ് suitable articles ഏതൊക്കെയാണ്? ആൻസർ ബി. Next, what the expansion and meaning of the abbreviation given below? AM ൻ്റെ അബ്രിവേഷൻ്റെ മീനിങ് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻറ്റി മെറിഡിയൻ ബിഫോർ മിഡ് ഡേ. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദി വേർഡ് ഫേൺഡ്. FUD ഫേർഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ക്വാറൽ സിനോണിമാണ്, സെയിം വേർഡ്. നെക്സ്റ്റ്, മാവ് എന്ന പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്? മാവ് എന്ന പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വരകം. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. വിദ്വാൻ പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിദ്വാൻ സ്ത്രീലിംഗ രൂപം. 93യുടെ ഓപ്ഷൻ സി ആണ്. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന പദം ഏതാണ്? 94. ആൻസർ ഓപ്ഷൻ എ ആണ്. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. 95. ആൻസർ ഓപ്ഷൻ ടി ജിജ്ഞാസ. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. ഓപ്ഷൻ ബി ആണ് ആൻസർ. പരകീയം. സ്വകീയം ആൻസർ എന്നതാണ് പരകീയം. പിരിച്ചെഴുതുക. പടക്കളം. 97. ആൻസർ ഓപ്ഷൻ സി പട പ്ലസ് കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക. അതറിയാമല്ലോ, ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കില്ല, ഭീഷണിപ്പെടുത്തുക. നെക്സ്റ്റ്, ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഇവിടെ മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റു ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ പറയുക. ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. നെക്സ്റ്റ്, 100ാമത്തെ ചോദ്യം ചേർത്തെഴുതുക. 4 + നൂൽ എങ്ങനെ എഴുതും? നന്നൂൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ ആൻഡ് ready for and prepare for LDC, LPUP all. Thank you.